നമ്മുടെ VP ജയരാജൻ്റെ ആത്മകഥാ ബോംബായിരുന്നു ഇന്നലെ ട്രെൻഡിങ്. അതിനിടയിൽ അത്രയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ ഒരു സംഭവം നടന്നു. ഒരുപക്ഷെ നാളെ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകുന്നതാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ പ്രധാനമായി മാറുന്നത്. ഇത് നമ്മുടെ നവീൻ ബാബുവിൻ്റെ, കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബു, ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സംബന്ധിച്ചുള്ളതാണ്. അതിലെ ഒരു പ്രശാന്ത് ഉണ്ടല്ലോ, അദ്ദേഹമാണ് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപണം ഉന്നയിച്ചത്. 1 ലക്ഷം തികച്ചു കൊടുത്തില്ല, ഒരു 98,000 സംതിങ് ഒരു തുക അദ്ദേഹത്തിന് NOCക്ക് വേണ്ടി അദ്ദേഹം അപേക്ഷിച്ച പമ്പിന് എതിർപ്പില്ലാ രേഖ കിട്ടാൻ കൈക്കൂലി കൊടുത്തു എന്നൊരാരോപണം. ആ ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു പോലീസ് സ്റ്റേഷൻ വെച്ചിട്ട്. ഏതാണ്ട് 1 മണിക്കൂർ നേരം ചോദ്യം ചെയ്യൽ നീണ്ടുവന്നാണ് മാപ്രകൾ പറയുന്നത്. സമയം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്താണേലും അതിനുശേഷം അദ്ദേഹം ഒരു കിടിലൻ പ്രസ്താവന നടത്തി, ഒരു സത്യപ്രസ്താവന. അതാണ് ഈ നവീൻ ബാബു ആത്മഹത്യാ കേസിലെ ഒരു സുപ്രധാനമായ ഒരു ചുവട് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രശാന്ത് പറയുന്നത്, അദ്ദേഹം പാർട്ടി സഖാവാണ്, പാർട്ടിയിലെ ജില്ലാ നേതൃത്വമായിട്ടൊക്കെ വളരെ ബന്ധം, അടുപ്പം ഒക്കെയുള്ള ആളാണ്. അങ്ങനെ പറയുന്നത്, ഈ നവീൻ ബാബുവിനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതി അത് വലിയ വിവാദമായതാണല്ലോ. അതാര് തയ്യാറാക്കി, എങ്ങനെ തയ്യാറാക്കി, എവിടെ വെച്ചുണ്ടാക്കി, അതൊക്കെ ഒരു വലിയ തർക്ക വിഷയമായതാണ്. അത് ഞാൻ തന്നെ കൊടുത്തതാണ് എന്നാണ് നമ്മുടെ പ്രശാന്ത് സഖാവ് പറയുന്നത്. അതിലെ ഒപ്പ് എൻ്റേതാണ്, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഈ പമ്പിനുള്ള പാട്ടഭൂമിയുടെ പാട്ടച്ചീട്ട്, ആ പാട്ടച്ചീട്ടിലുള്ള ഒപ്പ് എൻ്റേതാ, രണ്ടും എൻ്റേതാ. എനിക്ക് 2 ഒപ്പുണ്ട്. അതാണ് അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവനയുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ മാപ്രകൾ, പത്രക്കാർ, മഹാശല്യക്കാരാ, എവിടെ ചെന്നാലും അവരുണ്ട്. അവർ ഈ കോലും നീട്ടി വന്നു. അവർ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു, ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഈ പരാതിയെക്കുറിച്ചൊക്കെ. അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു മറുപടി നൽകിയത്. അത് മറുപടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു തട്ടിക്കയറ്റമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ. അവിടെ വെച്ച് അദ്ദേഹം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ആ പരാതി കൊടുത്തത് ഞാനാണ്, അതിലെ പേരെൻ്റേതാണ്, ആ ഒപ്പ് എൻ്റേതാണ്, അതിലെ ഒപ്പും പിന്നീട് പാട്ടച്ചീട്ടിലെ ഒപ്പും അതുപോലെ തന്നെ NOC സംബന്ധിച്ച പേപ്പർ വാങ്ങിച്ചപ്പോൾ കൊടുത്ത റെസിപ്റ്റ്, അതിലെ ഒപ്പും എല്ലാം എൻ്റേതാണ്. ഇതെല്ലാം എൻ്റെ ഒപ്പ് തന്നെയാണ്. എനിക്ക് 2 ഒപ്പുണ്ട്, അദ്ദേഹം സമ്മതിച്ചു. ഈ താൻ തുടങ്ങാൻ പോകുന്ന പെട്രോൾ ബങ്കിന് NOC, അതായത് എതിർപ്പില്ലാ രേഖ, അതിനുവേണ്ടി അദ്ദേഹം പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു, പണം കൊടുത്തു. ഈ ആക്ഷേപമാണ് ഈ സംഭവവികാസങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു. അത് സംബന്ധിച്ച ആരോപണം യാത്രയപ്പ് യോഗത്തിൽ PP ദിവ്യ ഉന്നയിച്ചതിനെ തുടർന്ന് ആ അധിക്ഷേപം സഹിക്കാൻ വയ്യാതെ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇയാളുടെ ഈ പരാതിയാണുള്ളത്, കൈക്കൂലി പരാതി. പക്ഷേ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ കഴിഞ്ഞതോടെ സംഗതി വളരെ വിവാദമായി. ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി. അപ്പോൾ PP ദിവ്യയെ രക്ഷിക്കണം, അതിനുവേണ്ടിയാണ് വളരെ നേരത്തെ കൊടുത്തത് എന്ന മട്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയലിൽ തിരികെ കയറ്റത്തക്ക വിധത്തിൽ ഒരു പരാതി പ്രശാന്തിൻ്റേതായിട്ട് ഉണ്ടായത്. അത് പിന്നീട് വാർത്തയൊക്കെ ആയി. പ്രശാന്ത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു. ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ള വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാം എന്നൊക്കെ പിന്നീട് വലിയ വാർത്തയായി. ഇതൊക്കെ ദിവ്യയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ, അല്ലെങ്കിൽ തയ്യാറാക്കിയ ഒരു തിരക്കഥയായിരുന്നു. പക്ഷേ ഈ പരാതി ഉണ്ടല്ലോ, അതൊരു വ്യാജ നിർമ്മിതിയായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു. തിരുവനന്തപുരത്തെ ഒരു പാർട്ടി കേന്ദ്രത്തിൽ, ഒരു സുപ്രധാനമായ പാർട്ടി കേന്ദ്രത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇത് തയ്യാറാക്കിയതെന്നും പ്രശാന്തിൻ്റെ ഒപ്പ് അദ്ദേഹം ഇട്ടതാണെന്നും പിന്നീട് ഏതാണ്ട് വ്യക്തമായി, ക്ലിയറായി. അവിടുത്തെ ഒപ്പ് വേറെയായിരുന്നു. പ്രശാന്ത് നേരത്തെ കൊടുത്തിരുന്ന 2 രേഖകളിൽ കൊടുത്ത ഒപ്പല്ല, ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഒപ്പാണ്. അതുമാത്രമല്ല, അവിടെ പ്രശാന്തനാണ്, പ്രശാന്ത് മാറിയിട്ട് പെട്ടെന്ന് പ്രശാന്തനായി.
അപ്പോൾ ഇത് ഈ കേസ് അന്വേഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പരാതി കൊടുത്ത പ്രശാന്താണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് രണ്ട് ഒപ്പുകൾ വരുന്നത്? ഇതിങ്ങനെ വളരെ തർക്ക വിഷയമായപ്പോഴാണ് ഇന്നലെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഈ സുപ്രധാനമായ ഒരു സമ്മതിക്കൽ, ഞാനതിനെ കുറ്റം സമ്മതിക്കൽ എന്ന് പറയും, പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രണ്ടൊപ്പും എൻ്റേതാണ്, എനിക്ക് രണ്ടൊപ്പുണ്ട്. ഈ രേഖകളിലെ പേരും രണ്ടാണ് കേട്ടോ. ഈ പാട്ടച്ചീട്ടിലും NOC കൊടുത്ത റെസിപ്റ്റിലൊക്കെ പ്രശാന്താ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതിയിൽ പേര് പ്രശാന്തനാണ്. ഒപ്പും വേറെയാണ്, പേരും വേറെയാണ്. അതെങ്ങനെയാണ് കണ്ണൂരിലിരിക്കുന്ന പ്രശാന്തിന് വേണ്ടി തിരുവനന്തപുരത്തൊരു ആള് ഒരു വ്യാജ പരാതി ഉണ്ടാക്കുമ്പോൾ അതിലിടുന്ന ഒപ്പം എങ്ങനെയാണ് പ്രശാന്തിൻ്റേതാവുന്നത്? അതുകൊണ്ട് തന്നെ ഒപ്പ് മാറിപ്പോയി, പേരും മാറിപ്പോയി. ഇനിയിപ്പോൾ നാളെ കണ്ണൂരിലെ മാധ്യമപ്രവർത്തകർ പ്രശാന്തിനോട് ഇതെങ്ങനെ രണ്ട് പേരുണ്ടായതെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് പേരുണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുമായിരിക്കും. ഈ പ്രശാന്ത് എന്ന വ്യക്തി നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്, അല്ലെങ്കിൽ ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ ആരോപണം അതാണ് മരണത്തിന് കാരണമായ ഒരു ഘടകം. അപ്പോൾ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഇയാളുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മൊഴികൾ പറഞ്ഞാലും മൊഴിയിൽ പ്രധാനം അദ്ദേഹത്തിൻ്റെതാ, കൈക്കൂലി കൊടുത്തു എന്നുള്ള ആരോപണമാണ്. അപ്പം പ്രശാന്തിൻ്റെ ഈ മൊഴിയടക്കമുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുമ്പോൾ അത് നൽകിയ പ്രശാന്ത് എന്ന വ്യക്തിയുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് രണ്ടൊപ്പം ഉണ്ടാവുക? അത് വ്യാജമല്ലേ? അത് വാസ്തവത്തിൽ കള്ളത്തരമല്ലേ? ഒരു മനുഷ്യൻ രണ്ടൊപ്പമായിട്ട് കിടക്കുക, ബാങ്കിൽ ഒപ്പിടുന്നു, അയാൾ ജോലി ചെയ്തെടുത്ത് വേറെ ഒപ്പിടുന്നു, മറ്റെന്തെങ്കിലും സന്ദർഭങ്ങളിൽ മറ്റൊരു ഒപ്പിടുന്നു. ഇത് തെറ്റല്ലേ? ഇത് കുറ്റകരമല്ലേ? നമുക്ക് രണ്ട് പാസ്പോർട്ട് കൈവശം വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് രണ്ടൊപ്പ് തോന്നുമ്പോൾ തോന്നുന്നിടത്ത് ഓരോ ഒപ്പിടാൻ പറ്റത്തില്ല. അത് വിശ്വാസ്യതയുള്ള ഒരാൾക്ക് ചേർന്നതല്ല രണ്ടൊപ്പ്. ചേർന്നതല്ല എന്നല്ല, കുറ്റകരമാണ്. രണ്ട് തരത്തിൽ ഒപ്പിടുന്നത്, രണ്ടൊപ്പുണ്ടെന്ന് സമ്മതിക്കുന്നത് കുറ്റകരം തന്നെയാണ്. രണ്ട് ഒപ്പുമായി നടക്കുന്നവരെ ഒരു കാരണവശാലും വിശ്വസിക്കാനാവില്ല എന്നിരിക്കെ അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ടല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതിനെ ചവറ്റുകൊട്ടയിലെറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം ഇല്ല. വിശ്വാസ്യതയില്ലാത്ത ഒരാളുടെ മൊഴി എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട കേസിൽ ഒരു തെളിവായിട്ട്, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഗതിയെ നിശ്ചയിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? അപ്പോൾ ഈ മൊഴി തള്ളിക്കളയുന്നതിന് ഈ ഒരൊറ്റ കാരണം മതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്. ഒരേ സമയം രണ്ട് ഒപ്പയെന്ന യമണ്ടൻ കള്ളപ്പണിയുമായി നടക്കുന്ന ഒരാളിൻ്റെ മൊഴിക്ക് കീറച്ചാക്കിൻ്റെ വില പോലുമില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ പണിയെടുക്കുന്ന ആളിന് സ്വന്തം നിലയ്ക്ക് പമ്പ് തുടങ്ങാനോ ബിസിനസ് തുടങ്ങാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ ഇയാൾ ഇനിയും മെഡിക്കൽ കോളേജിൽ വേറെ മൂന്നാമതൊരു ഒപ്പാണോ ഇട്ടിരുന്നത് എന്നുള്ളത് ആർക്കറിയാം? അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, ഇയാൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സകല ഇടപാടുകളുടെയും ബാങ്ക് ഇടപാടടക്കമുള്ളവയുടെ നിജസ്ഥിതി പരിശോധിക്കേണ്ടതാണ്. ഏതൊപ്പാണ് ശരി, ഏതാണ് വ്യാജം, അന്വേഷിക്കേണ്ടതല്ലേ? ചരിത്രത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സത്യം, വസ്തുത കള്ളൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നെന്ന് വരാം. പണ്ട് കണ്ട പ്രശാന്ത് ആയിരുന്നില്ല ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പ്രശാന്ത്. നീയൊക്കെ ആരുവാ എന്ന് ചോദിക്കുന്നൊരു പ്രകൃതം, എൻ്റെ ഒപ്പേതാണെന്ന് തനിക്കറിയാമോ എന്ന് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനോട് ചോദിക്കുന്നത് കേട്ടു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രശാന്തിനെ കണ്ടതാ. പോലീസ് അന്വേഷണത്തിന് ഒറ്റ വിളിച്ചപ്പോൾ കണ്ണൂരിലെ റോഡിലൂടെ മാധ്യമപ്രവർത്തകരുടെ കണ്ണിൽ പെടാതെ ഓടി രക്ഷപ്പെടുന്ന പ്രശാന്ത്, പൂച്ചയെ കണ്ട എലിയെപ്പോലെ പാഞ്ഞുപോയി മാളത്തിലൊടിക്കുന്ന പ്രശാന്തിനെ നമ്മൾ കണ്ടതാ. ഇന്നലെ വളരെ വ്യത്യസ്തനാണ് പ്രശാന്ത്. ആ ഭാവമാറ്റമുണ്ടല്ലോ, അതൊരു നിസ്സാര കാര്യമല്ല. അതിൽ ചില സൂചനകൾ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് പ്രധാനമാണത്. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് തങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല എന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. അതാണ് പോടാ പുല്ലേ എന്ന ഈ ഒരു മനോഭാവത്തിൻ്റെ കാരണം.
നിസ്സാരമായിട്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാം എന്ന് മനസ്സിലായിരിക്കുന്നു. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് ഒരുപക്ഷെ അതിൻ്റെ ഒരു സൂചനയായിട്ട് അവരെടുക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഭിഭാഷകർ അവർ കൊടുക്കുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ധാരണ ഒരു പക്ഷേ അതായിരിക്കാം. എന്തായാലും ഈ കേസ് ചീറ്റിപ്പോയ ഒരു പടക്കം പോലെയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ അന്വേഷണം നടക്കുന്നത് ADMന്റെ ആത്മഹത്യയ്ക്ക് ദിവ്യയുടെ പ്രസംഗം കാരണമായോ എന്നത് സംബന്ധിച്ച് മാത്രമാണ്. അതിൽ ഒതുങ്ങി നിൽക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. രണ്ട് പ്രധാന കാര്യങ്ങളൂടെ അന്വേഷിക്കാനുണ്ട്. ഒന്ന്, ഈ പ്രശാന്ത് നൽകിയെന്ന് പറയുന്ന, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകി എന്ന് പറയുന്ന ഈ കത്ത അത് ആര് തയ്യാറാക്കി, എവിടെ വെച്ച് തയ്യാറാക്കി? അത് അവരുടെ പരാതി പരിഹാര സെല്ലിലൊന്നും ചെന്നിട്ടില്ല. കാരണം ഈ ആത്മഹത്യ കഴിഞ്ഞ് പിന്നീടാണ് ഒരു പഴയ ഡേറ്റിൽ ഒരു തീയതി വെച്ചിട്ട് ഈ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സംവിധാനമായതുകൊണ്ട് അതിന് സാധിക്കില്ല. അപ്പോൾ ഇതാരാണ് തയ്യാറാക്കിയത്? ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഇതിൻ്റെ ഗൂഢാലോചന ആരുടേതാണ്? അത് അന്വേഷിക്കണം. അതിലേക്ക് പോവില്ല. കാരണം പോയാൽ ആ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് രണ്ട് വാതിൽക്കലാണ്. ഒന്ന് AKG സെൻറ്ററിൻ്റെ ഗേറ്റിൽ, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാതിലിൽ. അതിന് പാർട്ടിയോ ഗവൺമെൻറ്റോ സമ്മതിക്കില്ല, തയ്യാറാവില്ല. രണ്ടാമത്തേത് ഇത് സംബന്ധിച്ച ഗൂഢാലോചനയാണ്. ദിവ്യയും പ്രശാന്തും മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് കരുതിക്കൂട്ടി നടത്തിയ ഒരു പ്രസംഗമായിരുന്നു. ദിവ്യയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് നടത്തിയ പ്രസംഗം, അതിനെ തുടർന്നുണ്ടായ ആത്മഹത്യ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ആസൂത്രണത്തോടുകൂടി നടത്തിയ ഒന്നാണ്. അവിടെ ഈ ദിവ്യ മാത്രമല്ല, പ്രശാന്ത് മാത്രമല്ല, വേറെ കണ്ണികളുണ്ട്. ഈ പമ്പിൻ്റെ യഥാർത്ഥ ഉടമ, ഇതിൽ പണം മുടക്കുന്ന ആൾ, അവരും പ്രശാന്തും തമ്മിലുള്ള ഇടപാടിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ, ഇവരെല്ലാം ചേർന്നൊരു ഗൂഢാലോചന. ഇവിടെ കളക്ടറുടെ പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നൽകിയ റിപ്പോർട്ടിലോ നവീൻ്റെ കുടുംബത്തിന് നൽകിയ അനുശോചന കത്തിലോ പറയാത്ത ഒരു കാര്യം അദ്ദേഹം പോലീസിന് ഒരു മൊഴിയായിട്ട് നൽകി. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു തന്നോട് സമ്മതിച്ചു എന്ന ഒരു മൊഴി. അത് ഒരു കള്ളമൊഴിയാവാനാണ് സാധ്യതയെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനും ഈ ആത്മഹത്യയിൽ ഒരു പങ്കുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. പ്രശാന്തിൻ്റെ കത്തിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയെപ്പറ്റി അന്വേഷിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ സംബന്ധിച്ച അന്വേഷണം പൂർണ്ണമാവുന്നത്, കുറ്റമറ്റതാവുന്നത്? ഈ അന്വേഷണത്തിൽ നവീൻ ബാബുവിന്, അവരുടെ കുടുംബത്തിന് എങ്ങനെയാണ് നീതി ലഭിക്കുക? നീതി ലഭിക്കും. അത് ഈ വിവാദ പ്രസംഗം, അധിക്ഷേപ പ്രസംഗം നടത്തിയ ദിവ്യയ്ക്കും അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച പ്രശാന്തിനെ പോലുള്ളവർക്കൊക്കെ നീതി ലഭിക്കുമായിരിക്കാം. അവരൊക്കെ കുറ്റവിമുക്തരാവുമായിരിക്കാം. പക്ഷേ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എങ്ങനെയാണ് നീതി ലഭിക്കും? അതാണ് ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ചിലപ്പോൾ ഈ നവീൻ ബാബു ഈ അന്വേഷണത്തിന് അവസാനം പ്രതിസ്ഥാനത്ത് വന്നെന്നും വരാം. MP ജയരാജൻ്റെ ആ പ്രസംഗമുണ്ടല്ലോ ഏരിയ കമ്മിറ്റി യോഗത്തിൽ, നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ആരോപണം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന ആ പ്രസ്താവന, അത് അന്വേഷണ സംഘത്തിനുള്ള ഒരു നിർദ്ദേശമാണ്, പരോക്ഷമായ ഒരു നിർദ്ദേശം തന്നെയാണ്. നവീൻ ബാബുവിനും കുടുംബത്തിനും നീതി ലഭിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറയേണ്ട ഒരു കാര്യം CBI അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ്. CBI വന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ ഈ രണ്ട് ഒപ്പുമായി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മുള്ളിക്കൊണ്ട് സത്യം പറയും. ഈ പ്രശാന്തിൻ്റെ ഇന്നലത്തെ മൊഴിയെക്കുറിച്ച് ഇത് നിയമോപദേശം അനുസരിച്ചാണ് എന്ന് ചിലർ സംശയം പറയുന്നത് കേട്ടു. ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നിയമോപദേശം, എനിക്ക് രണ്ട് ഒപ്പുണ്ട് എന്ന് പറഞ്ഞുകൊള്ളാൻ ഏതെങ്കിലും ഒരു നിയമവിദഗ്ധൻ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് പറഞ്ഞു തരണം. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു ഉപദേശം ചോദിക്കാനാകട്ടോ. CPM നമ്മൾ കാണുന്ന വൈരുദ്ധ്യങ്ങൾ നമ്മെ ചിലപ്പോഴൊക്കെ ചിരിപ്പിക്കുന്നതാണ്. ഇവിടെ പ്രശാന്ത് പറയുന്നു എനിക്കൊന്നല്ല രണ്ടൊപ്പുണ്ട് എന്ന്. അതേസമയം നമ്മുടെ EP ജയരാജൻ സഖാവ് അദ്ദേഹം പറയുന്നു ഈ ആത്മകഥ എൻ്റേതല്ല, എനിക്ക് ആത്മകഥയുമില്ല ആത്മാവുമില്ല. ഒരാൾ ഈ ഗർഭം എൻ്റേതല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മറ്റൊരാൾ എനിക്ക് രണ്ട് ഗർഭമുണ്ട് എന്ന്
സമ്മതിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ചിരിക്കുകയല്ലാതെ എന്താണ് വഴി? സി പി എമ്മിന് സംഭവിച്ചത് ഓർക്കുമ്പോൾ ഇന്നിപ്പോൾ ചിറ്റപ്പൻ ജയരാജൻ പാലക്കാട്ടേക്ക് പോയിരിക്കുക സരിന് വേണ്ടി സംസാരിക്കാൻ. സരിനെ പറ്റി അദ്ദേഹം പറഞ്ഞതെല്ലാം കേരളം കേട്ട് കഴിഞ്ഞു. സ്വന്തം പദവികൾക്ക് വേണ്ടി സി പി എമ്മിലേക്ക് വരുന്ന വയ്യാവേലികൾ എന്നാണ് സരിനെ പറ്റി പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് അയച്ചിരിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മുടെ വിഷഹാരി എം വി ഗോവിന്ദൻ നൽകിയ ചാർത്തനുസരിച്ചപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഇനി ജയരാജൻ പോയിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സരിനെ പറ്റി സി പി എം അല്ലെങ്കിൽ സി പി എമ്മിലെ ഒരു വിഭാഗം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ഇന്നലെ പച്ച മലയാളത്തിൽ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇ പി അവിടെ പോയി എന്തു പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന കട്ടൻ ചായയെയും പരിപ്പ് വടയെയുമായിരിക്കും പാലക്കാട്ടെ ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കുക.